കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ചോദ്യം ഇതാണ്: 1 തിമോത്തിയോസ് 2:6 യേശുക്രിസ്തു എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും തന്നെത്താൻ മറുവിലയായി കൊടുത്തു എന്ന് പറയുന്നു. ആർക്കാണ് യേശു മറുവില കൊടുത്തത്? പിതാവായ ദൈവത്തിനോ അതോ പിശാചിനോ? നമ്മളെ പാപത്തിൻ്റെ പരിണത ഫലത്തിൽ നിന്നും രക്ഷിക്കുവാനായി ദൈവത്തിന് മറുവില കൊടുത്തതാണോ അതോ മനുഷ്യരെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാനായി സാത്താന് മറുവില കൊടുത്തതാണോ? ഇതാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിന് ഒരു മുഖവുര ആവശ്യമുണ്ട്. പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വീണ്ടെടുപ്പ്, നീതീകരണം, പാപപരിഹാരം, നിരപ്പ് എന്നിങ്ങനെയുള്ള എല്ലാ വാക്കുകളും മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും എടുത്തതാണ്. അത് ആത്മീയ മർമ്മങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിനിമയം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഈ വാക്കുകളിലൂടെ മനുഷ്യർ ഗ്രഹിക്കുന്ന ആശയങ്ങൾക്ക് സമാനമായ ഒരു ക്രമീകരണം ആത്മമണ്ഡലത്തിൽ ഉണ്ടാകുന്നു. അതിനാൽ മറുവില എന്ന വാക്കിനെ ഭൗതിക തലത്തിൽ മനുഷ്യർക്കിടയിലുള്ള വ്യവഹാരത്തോടെ അക്ഷരാർത്ഥത്തിൽ തുലനം ചെയ്യേണ്ടതില്ല. ഈ വാക്കിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് സമാനമായ ഒരു ക്രമീകരണം ആത്മമണ്ഡലത്തിൽ ഉണ്ടാകുന്നു എന്നേ ഉള്ളൂ. 1 പത്രോസ് 1:18 ഇതിനൊരു ഉദാഹരണമാണ്. 1 പത്രോസ് 1:18 വ്യർത്ഥവും പൃഥുപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുവെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ വാക്യത്തിൽ പൊന്നു, വെള്ളി എന്നീ വാക്കുകൾ പത്രോസ് ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ക്രയവിക്രയത്തിനായി ഉപയോഗിക്കുന്ന നാണയം എന്ന ആശയത്തിൽ നിന്നാണ്. അവ ഭൗതികമായി വിലയേറിയ പൊന്നും വെള്ളിയുമാണ്. എന്നിരുന്നാലും അതെല്ലാം അഴിഞ്ഞു പോകുന്നവയാണ്. ഈ ആശയത്തെ അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ രക്തവുമായി സാദൃശ്യപ്പെടുത്തുന്നു. യേശുവിൻ്റെ രക്തം നിർദോഷവും നിഷ്കളങ്കവുമാണ്. അത് പഴയ നിയമപ്രമാണപ്രകാരമുള്ള പാപപരിഹാര യാഗമൃഗമായ കുഞ്ഞാടിൻ്റെ രക്തത്തിന് സമമാണ്. കുഞ്ഞാടിൻ്റെ രക്തം നിഴലും യേശുവിൻ്റെ രക്തം പൊരുളുമാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ മൂല്യം അത് അഴിഞ്ഞു പോകുന്നില്ല എന്നതാണ്. കാരണം യേശുവിൻ്റെ രക്തം നിർദോഷവും നിഷ്കളങ്കവുമാണ്. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം വായിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് പോകാം. 1 തിമോത്തിയോസ് 2:5-6 വാക്യങ്ങൾ: ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. മറുവില എന്നത് ഒരുവനെ കാരാഗൃഹത്തിൽ നിന്നോ ബന്ധനത്തിൽ നിന്നോ സ്വതന്ത്രനാക്കുവാനായി കൊടുക്കുന്ന വിലയാണ്. ഒരു മനുഷ്യൻ ഒരു യുദ്ധത്തിൽ ശത്രുവിനാൽ പിടിക്കപ്പെട്ടാൽ അവൻ്റെ മോചനത്തിനായി നൽകുന്ന വിലയാണ് നമ്മൾ സാധാരണയായി മറുവില എന്ന് പറയുന്നത്. 1 തിമോത്തിയോസ് 2:5-6 വാക്യങ്ങളിൽ പറയുന്നത് യേശുക്രിസ്തു എല്ലാ മനുഷ്യരുടെയും വിടുതലിനായി ഒരു മറുവില കൊടുത്തിരിക്കുന്നു എന്നാണ്. അതിനാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിൽ നിന്നുള്ള വിടുതലിനായിട്ടാണ് യേശു മറുവില കൊടുത്തത് എന്നാണ്. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ കോപത്തിൽ നിന്നാണ്. ദൈവകോപം പാപത്തിൻ്റെ പരിണത ഫലമാണ്. യേശുക്രിസ്തു മറുവില കൊടുത്തത് നമ്മളെ പാപം, മരണം, നരകം എന്നിവയിൽ നിന്ന് വിടുവിക്കുവാനാണ്. ഇവ പാപത്തിൻ്റെ പരിണത ഫലമായി മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായതാണ്. മനുഷ്യൻ പാപത്തിൻ്റെയും അതിൻ്റെ പരിണത ഫലത്തിൻ്റെയും ബന്ധനത്തിൽ ആയിരുന്നു. പാപത്തിൻ്റെ ഫലം മരണവും ദൈവത്തിൽ നിന്നുള്ള വേർപെടലും ആയിരുന്നു. പാപത്തിൻ്റെ ഫലമായാണ് മനുഷ്യർ പിശാചിൻ്റെ അടിമത്തത്തിൽ ആയത്. അതിനാൽ ഒരുവൻ പാപത്തിൽ നിന്നും വിടുവിക്കപ്പെടുമ്പോൾ പിശാചിന്റെ അടിമത്തിൽ നിന്നും വിടുവിക്കപ്പെടുന്നു. കൊലോസ്യർ 1:12-14 വരെയുള്ള വാക്യങ്ങൾ, 1 പത്രോസ് 2:9 എന്നീ വാക്യങ്ങൾ ഇത് വ്യക്തമാക്കുന്നു. പാപിയായ മനുഷ്യന്റെ പ്രശ്നം അവന് സ്വയം പാപത്തിന്റെ അടിമത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ കഴിയില്ല എന്നതാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യരെ സ്നേഹിച്ചതിനാൽ അവൻ തന്നെ ഒരു മറുവില ഒരുക്കി. അതാണ് യേശുക്രിസ്തുവിൻ്റെ യാഗം. ഇത് ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെ നിരപ്പിക്കുവാൻ വേണ്ടി ആയിരുന്നു. യേശുക്രിസ്തു മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ഊനമില്ലാത്ത യാഗമായി തീർന്നു.
അത് ന്യായപ്രമാണത്തിൽ ദൈവം വെച്ചിരുന്ന പ്രമാണങ്ങളുടെ നിവൃത്തിയായിരുന്നു. പഴയ നിയമത്തിലെ പാവപരിഹാര യാഗം നിഴലും യേശുക്രിസ്തുവിന്റെ പാവപരിഹാര യാഗം പൊരുളുമാണ്. യേശുക്രിസ്തുവിന്റെ ഊനമില്ലാത്ത പാവപരിഹാര യാഗത്തിലൂടെ ദൈവത്തിന്റെ നീതി നിവർത്തിക്കപ്പെട്ടു. യേശു മനുഷ്യന്റെ പാപത്തിന് ശിക്ഷ അവന്റെ മേൽ വഹിച്ചു. ഈ ശിക്ഷ രക്തം ചൊരിഞ്ഞുള്ള മരണമായിരുന്നു. അങ്ങനെ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ചു, ദൈവകോപത്തെ നീക്കിക്കളഞ്ഞു, രക്ഷ സാധ്യമാക്കി. മർക്കോസ് 10:45 യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. 1 കൊരിന്ത്യർ 6:19 ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 6:19 പറയുന്ന വിലക്ക് വാങ്ങിയിരിക്കാൻ എന്നത് നമ്മളുടെ വീണ്ടെടുപ്പിന്റെ സുനിശ്ചിതത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് ആർക്കാണ് വില നൽകേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന വാക്യം സങ്കീർത്തനങ്ങളിലുണ്ട്. സങ്കീർത്തനം 49:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കുകയില്ല. സങ്കീർത്തനം 49:15 എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും, അവൻ എന്നെ കൈക്കൊള്ളും. ഒരു മനുഷ്യനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുക എന്നത് മനുഷ്യനാൽ അസാധ്യമാണ് എന്ന് ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. ഒരു വീണ്ടെടുപ്പ് വില എന്ന ആശയവും ഇതിൽ ഉണ്ട്. ഇത് ദൈവത്തിന് മാത്രമേ സാധ്യമാകൂ എന്നും 15-ാം വാക്യം പറയുന്നു. ഈ ആശയങ്ങളാണ് പുതിയ നിയമത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ പാപവും ദൈവത്തോടുള്ള കുറ്റമാണ്. പാപം ദൈവത്തിന്റെ വിശുദ്ധിക്കും നീതിക്കും എതിരായ മനുഷ്യന്റെ അതിക്രമമാണ്. ഇവിടെ മനുഷ്യന്റെ കുറ്റത്താൽ മുറിവേൽക്കപ്പെടുന്ന വ്യക്തി ദൈവമാണ്. ദൈവവുമായാണ് മനുഷ്യൻ നിരപ്പ് പ്രാപിക്കേണ്ടത്. അതിന് ദൈവത്തിന്റെ നീതിക്ക് ഒത്തവണ്ണമുള്ള മറുവില ആവശ്യമാണ്. അതിന് പാപത്തിനുള്ള മറുവില ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി ഒരു മറുവില അഥവാ മോചനദ്രവ്യം യേശു നൽകിയത് അവന്റെ ജീവനും രക്തവും കൊണ്ടാണ്. ഈ വില യേശു നൽകിയത് പിതാവായ ദൈവത്തിനാണ്. ഇത് ദൈവവും മനുഷ്യനുമായുള്ള ശത്രുത്വത്തെ ഇടിച്ചു കളഞ്ഞു ഒരു നിരപ്പുണ്ടാക്കി. അങ്ങനെ ദൈവവുമായി മനുഷ്യർക്കുണ്ടായിരുന്ന തകർന്ന ബന്ധം ശരിയായ ബന്ധമായി മാറി. പഴയ നിയമ പ്രമാണം അനുസരിച്ച് വീണ്ടെടുപ്പിനായി യാഗമർപ്പിക്കുന്നത് ദൈവത്തിനാണ്, ഒരിക്കലും പിശാചിന് അല്ല. സാത്താൻ യാഗമോ ആരാധനയോ അർപ്പിക്കുവാൻ യാതൊരു വ്യവസ്ഥയും പ്രമാണത്തിലില്ല. എല്ലാ യാഗവസ്തുക്കളെയും ദൈവം ആദ്യം മനുഷ്യർക്ക് നൽകുകയും പിന്നീട് മനുഷ്യർ തിരികെ ദൈവത്തിന് അർപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അബ്രഹാം മോറിയ ദേശത്തുള്ള ഒരു മലയിൽ യാഗം കഴിച്ചത് അവൻ കൂടെ കൊണ്ടുവന്ന ആട്ടിൻകുട്ടിയെ അല്ല, ദൈവം ക്രമീകരിച്ച യാഗമൃഗത്തെയാണ്. മനുഷ്യന്റെ സകല സമ്പത്തും മൃഗങ്ങളും സ്വർണവും വെള്ളിയും എല്ലാം ദൈവം ആദ്യം മനുഷ്യർക്ക് കൊടുത്തതാണ്. അതാണ് മനുഷ്യർ ദൈവത്തിന് തിരികെ അർപ്പിക്കുന്നത്. ഇയ്യോബ് 41:11, 1 ദിനവൃത്താന്തം 29:14 എന്നീ വാക്യങ്ങൾ ഈ മർമ്മം വ്യക്തമാക്കുന്നു. ഈ അർത്ഥത്തിൽ മറുവില ദൈവത്തിനായി ക്രമീകരിക്കുന്ന വിലയാണ്. യേശുക്രിസ്തുവിന്റെ മരണം സാത്താനുമായുള്ള ഒരു ക്രയവിക്രയമോ വിലപേശലോ അല്ല. സാത്താനുമായ ഒരു ഇടപാടും ഒരിക്കലും യേശുവിന് ഇല്ല. സാത്താനുമായി ഒരു സന്ധി സംഭാഷണത്തിലൂടെ മനുഷ്യരുടെ വിടുതൽ സാധ്യമാക്കുവാനല്ല യേശു വന്നത്. സാത്താനുമായി അവൻ ഒരു കാര്യവുമില്ല എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 14:30 ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവും ഇല്ല. യേശു എന്താണ് ക്രൂശിൽ ചെയ്തത് എന്ന് പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. കൊലോസ്യർ 2:15 വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇതൊരു സന്ധി സംഭാഷണമോ വിലപേശലോ ക്രയവിക്രയമോ അല്ല. ഇത് സാത്താനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നതാണ്. പാപപരിഹാരത്തിനായി നൽകേണ്ടുന്ന വില പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമകാലത്ത് പാപപരിഹാരം സാധ്യമായിരുന്നത് മൃഗങ്ങളുടെ രക്തം ചൊരിയുന്നതിലൂടെ ആയിരുന്നു. യാഗമൃഗങ്ങളെ മനുഷ്യർക്ക് പകരവും പ്രതിനിധിയുമായി സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇതൊരു സ്ഥിരമായ ക്രമീകരണമായിരുന്നില്ല, എന്നേക്കുമുള്ള പരിഹാരവുമായില്ല.
അതിനാൽ മനുഷ്യന്റെ പാപത്തിന് എന്നേക്കുമായ ഒരു പരിഹാരമായി തീരേണ്ടതിന് യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു. പഴയ നിയമ വ്യവസ്ഥ പ്രകാരം യാഗമൃത്തന്റെ രക്തവുമായി മഹാപുരോഹിതൻ സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കണം. അവിടെ അവൻ രക്തം കൃപാസനത്തിൽ അർപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് പാപമോചനം സാധ്യമായിരുന്നത്. സമാനമായി യേശുക്രിസ്തു സ്വന്തം രക്തവുമായി സ്വർഗീയ സാക്ഷ്യ കൂടാരത്തിൽ പ്രവേശിച്ചു നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കി. എബ്രായർ 9:11-12 വാക്യങ്ങൾ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എബ്രായർ 9:11-12 വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. യേശുക്രിസ്തു മഹാപുരോഹിതനായിരുന്നു. കൈപ്പണിയല്ലാത്ത വലുപ്പവും തികവുമേറിയൊരു കൂടാരത്തിൽ പ്രവേശിച്ചു. ഇത് സ്വർഗീയ സാക്ഷ്യ കൂടാരത്തെ ഓർമ്മിപ്പിക്കുന്നു. അവൻ അവിടെ പ്രവേശിച്ചത് സ്വന്തം രക്തവുമായിട്ടാണ്. അങ്ങനെ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഈ വാക്യത്തിൽ നിന്നും യേശു അവന്റെ രക്തമെന്ന മറുവില സ്വർഗീയമായ സാക്ഷ്യകൂടാരത്തിൽ കൃപാസനത്തിൽ അർപ്പിച്ചു എന്ന് മനസ്സിലാക്കാം. അവന്റെ രക്തമെന്ന മറുവില നൽകിയാണ് നമുക്ക് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധ്യമാക്കിയത്. മറുവിലയായി നൽകിയത് യേശുക്രിസ്തുവിന്റെ സ്വന്തം രക്തമാണ്. അത് യേശുക്രിസ്തു എന്ന ദൈവം ക്രമീകരിച്ച കുഞ്ഞാടിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തമായിരുന്നു. അതൊരിക്കലും സാത്താന്റെ മുന്നിൽ സമർപ്പിക്കപ്പെടുകയില്ല. 1 തിമോഥെയോസ് 2:5-6 വാക്യം നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഇവിടെ പറയുന്ന 3 കാര്യങ്ങൾ ഇതെല്ലാമാണ്. യേശുക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ. അവൻ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലെ ഏക മധ്യസ്ഥനാണ്. യേശുവിന്റെ മധ്യസ്ഥതയിൽ അവൻ ദൈവത്തിനാണ് മറുവില കൊടുത്തത്. യേശുക്രിസ്തു അവന്റെ രക്തത്താൽ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും മനുഷ്യരെ വിടുവിക്കുവാനായി മറുവില കൊടുത്തത് സാത്താനാണ് എന്നൊരു തെറ്റായ വാദമുണ്ട്. എന്നാൽ വേദപുസ്തകം ഈ ചിന്തയെ പിന്തുണയ്ക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ രക്തം മറുവിലയായി നൽകപ്പെട്ടത് പിതാവായ ദൈവത്തിനാണ്. അത് ദൈവം ക്രമീകരിച്ച ദൈവനീതിക്ക് വേണ്ടിയുള്ള പാപപരിഹാര യാഗം ആയിരുന്നു. യേശുക്രിസ്തു ആർക്കാണ് മറുവില കൊടുത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഉത്തരം തൃപ്തികരമായിരുന്നു എന്ന് കരുതുന്നു. ഈ സന്ദേശത്തിന്റെ ഈ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. ആവശ്യമുള്ളവർ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുക. ഫോൺ നമ്പർ 9961330751. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.